അശ്വതി എന്തിനാ കൈ റേസ് ചെയ്തേക്കുന്നത്? എന്തെങ്കിലും ചോദിക്കാനാണോ? അല്ല സാർ, ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയതാണ്. ഓക്കെ, ഫൈൻ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവർക്ക് അവർക്ക് ചെയ്യാം. ഒരു 9-10 വരെ ഞാൻ അനുവദിക്കാം. 37 ചോദ്യം ഉണ്ടോ, 5 മിനിറ്റ് കൊണ്ട് എത്രയാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെ കൊണ്ട് ആവുന്ന അത്ര നിങ്ങൾ ചെയ്യാം. അതിനുശേഷം ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്താൽ, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ അറിയില്ല, പരിചയമില്ല. അപ്പൊ നിങ്ങളോട് പരിചയപ്പെട്ടതിന് ശേഷം ആ ക്വസ്റ്റ്യന്റെ രീതി മാറ്റാം എന്ന് ഓർത്തിട്ടാണ് ആദ്യത്തെ ക്ലാസ്സിൽ ഇങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം. എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലേ? കിട്ടി സാർ. കിട്ടി സാർ. അതൊന്ന് നോക്കുക. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയ എന്നാണ് ഈ വർഷത്തെ ഏരിയ എന്നാണ്, പ്രത്യേകിച്ച് ISRO പോലുള്ള പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ഏരിയ എന്നാണ് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാന്ന് പറയുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും അതിന് ശേഷം അതിൽ നിന്ന് ഞാൻ ചോദ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. ഇപ്പൊ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയും. അവിടെ നിങ്ങൾക്ക് പഠിക്കാം. ആ പഠിക്കുന്ന ആ ബേസ് ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് ഡിസ്കഷൻ ചെയ്ത് അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിൽ നിന്ന് കഴിഞ്ഞ മാസങ്ങളിലെ ചോദ്യങ്ങൾ ചോദിച്ച് മീൻസ് കഴിഞ്ഞ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാ സബ്ജക്റ്റിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഒരു 3 മിനിറ്റ് കൂടെ തരാം, അതിനുശേഷം ഞാൻ ആൻസേഴ്സ് പറയാം.
ഓക്കെ, ഞാൻ ഇനി ആൻസർ പറയട്ടെ. ഓക്കെ സാർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ നോക്കിയാല് ISRO. നമുക്കറിയാം ഈ വർഷം തന്നെ ISRO ഇന്ത്യയുടെ പേര് ഇന്റർനാഷണൽ ഫോറത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എത്തിക്കുന്നതിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ലാൻഡ്മാർക്ക് ആയിട്ടുള്ള പല ലോഞ്ചിങ്ങുകളും അല്ലെങ്കിൽ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാൻഡ്മാർക്ക്, അത് ആദിത്യ, ഇപ്പൊ നിങ്ങൾക്കറിയാം ആദിത്യ 1 അത് എത്തിയതിന്റെ ഇത്, ചന്ദ്രയാൻ 3, അതുപോലത്തെ പല രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നൊരു വർഷമാണ്. സോ അതുകൊണ്ട് ഈ വർഷത്തെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഞാൻ ഇനി ഈ 1 തൊട്ട് എനിക്കൊന്ന് 10 വരെയുള്ള ചോദ്യങ്ങളല്ല ISROയിൽ നിന്ന് ബന്ധപ്പെട്ട് വരാവുന്ന, ഞാൻ ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതിൽ കണക്ട് ചെയ്തിട്ടാണ് ISROയുടെ ചോദ്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ഈ ISROയ്ക്ക് കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം ഒരു പ്രത്യേകതയുടെ ഉണ്ട്. അതായത് ISRO എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തത് 1969 ISRO ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസിന്റെ കീഴിലേക്ക് 1972 മാറ്റിയത്. അതായത് ഇനീഷ്യൽ ISROയുടെ ഐഡിയ 1962 ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറഞ്ഞ ഐഡിയ ഡോക്ടർ സാരാഭായി മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും ISRO എന്ന് പറയുന്ന ഐഡിയ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തത് August 15, 1969 പക്ഷെ ആ ഐഡിയയിൽ നിന്നും ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസിന്റെ കീഴിലേക്ക് ISRO വന്ന വർഷം 1972. അതിന്റെ 50ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു ഈ 2023 ഉണ്ടായിരുന്നത്. സോ അത് ഒരു മാറ്ററാണ്. പ്ലസ് പല രീതിയിലുള്ള ലോഞ്ചിങ്ങുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം നടന്ന ഈ വർഷമായിട്ട് ISRO എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1962 അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനീഷ്യലി അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരുന്നു. റൈറ്റ് നൗ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസിന്റെ കീഴിലാണ് ISRO വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ശ്രീ S. സോമനാഥ് ഈസ് എ ഇൻക്യുബന്റ് ചെയർമാൻ ഓഫ് ISRO. യെസ്, ഇപ്പോഴത്തെ പ്രസന്റ് ചെയർമാൻ S. സോമനാഥ്. സോമനാഥ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ജനിച്ചത്? S. സോമനാഥ് ആലപ്പുഴയാണ്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ്. അദ്ദേഹം പഠിച്ചത് കൊല്ലത്താണ്, TK കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. സോ സോമനാഥ് ഹീസ് ഫ്രം കേരള. ആ ഒരു കാര്യം കൊണ്ട് തന്നെ LDC പോലുള്ള പല എക്സാമുകൾക്കും ISROയുടെ ചോദ്യം ചോദിക്കാം. സോ ഫസ്റ്റ് ചോദ്യത്തിന് ആൻസർ ഈസ് സി. ഇതിൽ നിങ്ങൾ ISRO പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ആ ഒരു ഡേറ്റ്, ISRO എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തത് August 15, 1969 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബംഗളൂരിലാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ISROയുടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ISROയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 സെന്റേഴ്സ് ആണുള്ളത്. ISROയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 7 സെന്ററുകളാണുള്ളത്. ഈ 7 സെന്ററുകളുടെ പ്ലേസസ് എവിടെയൊക്കെയാണ്, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഈ 7 സെന്ററുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ 7 സെന്ററുകളുടെ സ്പെസിഫിക്കേഷൻ എന്താണ്, അവരുടെ മിഷൻ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. 1 മിനിറ്റ്, ഈ ജനാല നടച്ചോട്ടെ. ഏഴ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്ററുകളുണ്ട്. ആ 7 ഇമ്പോർട്ടന്റ് സെന്ററുകൾ ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, പ്ലസ് അവരുടെ ആ ഓരോ സെന്ററുകളുടെ സ്പെസിഫിക്കേഷൻ എന്താണ് എന്ന് നിങ്ങൾ അറിയണം. ഒന്നാമത്തെ സെന്റർ എല്ലാവർക്കും അറിയാമായിരിക്കും, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ അതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോഞ്ചിങ് വെഹിക്കിളുടെ ബിൽഡിംഗ് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ് ലോഞ്ചിങ് വെഹിക്കിളിന്റെ ബിൽഡിംഗ് ആണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ സ്പെസിഫിക്കേഷൻ. രണ്ടാമത്തെ ISRO സെന്റർ ആണ് UR റാവു സാറ്റലൈറ്റ് സെന്റർ. UR റാവു, ഞാനിത് എഴുതുമ്പോൾ ഒത്തിരി സമയം പോകും. UR റാവു സാറ്റലൈറ്റ് സെന്റർ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബംഗളൂരാണ്.
അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സാറ്റലൈറ്റ്. ഓക്കെ, ഒന്നാമത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ലോഞ്ചിങ് വെഹിക്കിളുകൾ ഉണ്ടാക്കുക എന്നതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. രണ്ടാമത്തെ UR റാവു സാറ്റലൈറ്റ് സെന്റർ അത് ബംഗളൂരിലാണ്. അതിന്റെ സ്പെസിഫിക്കേഷൻ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സാറ്റലൈറ്റ് ആണ്. മൂന്നാമത്തെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ശ്രീഹരിക്കോട്ടയിലാണ്. ഇവരുടെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ ആൻഡ് ലോഞ്ചിങ് ഓഫ് സാറ്റലൈറ്റ്, ഇതാണ് ഇവരുടെ സ്പെസിഫിക്കേഷൻ. നാലാമത്തെ സെന്റർ ആണ് ലിക്വിഡ് പ്രൊപ്പുലേഷൻ സിസ്റ്റം സെന്റർ, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബംഗളൂരിലാണ്. അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഓഫ് ലിക്വിഡ് സ്റ്റേജസ് ഇൻക്ലൂഡിങ് ക്രയോജനറ്റിക് സ്റ്റേജിലേക്കുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുക എന്നതാണ് ഇവരുടെ സ്പെസിഫിക്കേഷൻ. സർ അതിന്റെ പ്ലേസ് എവിടെയാ? ബംഗളൂർ ലിക്വിഡ് പ്രൊപ്പുലേഷൻ സിസ്റ്റം സെന്ററിന്റെ ബംഗളൂരിലാണ് അവരുടെ സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ. സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദിലാണ്. കാരണം ഞാനിത് പറഞ്ഞ ആദ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ISRO ഒരു ഇന്ത്യ അതിന്റെ ലൊക്കേഷൻ ബാംഗ്ലൂരിലാണെങ്കിലും ഒരു ഇന്ത്യ എല്ലായിടത്തും നോർത്തിലും എല്ലായിടത്തും എത്തുന്ന രീതിയിലാണ് ഇന്ത്യ എത്തുന്നത്. സോ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ അഹമ്മദാബാദിലാണ്. അവരുടെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ സെൻസേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്, അതായത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളിലും റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളിലും ഉപയോഗിക്കുന്ന സെൻസേഴ്സ് ഉണ്ടാക്കുക എന്നതാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ ഒബ്ജക്റ്റീവ്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ 6 ഇമ്പോർട്ടൻറ്റ് സെന്ററുകളാണ്. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെന്റർ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഹൈദരാബാദിലാണ്. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഡേറ്റ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന്റെ ഡേറ്റ അത് റിസപ്ഷൻ ചെയ്യുക, അതിനെ പ്രോസസ് ചെയ്യുക, അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നതാണ് ഇവരുടെ ഡ്യൂട്ടി. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ISROയ്ക്ക് 6 കീ സെന്റേഴ്സുകളുണ്ട്. അതിന്റെ ലൊക്കേഷനുകൾ എവിടെയാണ്, അതിന്റെ സ്പെസിഫിക്കേഷൻ എവിടെയാണ് എന്ന് ഓർക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ട്രിവാൻഡ്രം, UR റാവു സാറ്റലൈറ്റ് സെന്റർ ബംഗളൂരു, സതീഷ് ധവൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, ലിക്വിഡ് പ്രൊപ്പുലേഷൻ സിസ്റ്റം സെന്റർ ബംഗളൂരു, സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അഹമ്മദാബാദ്, ദെൻ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ദാറ്റ് ഈസ് ഹൈദരാബാദ്. അതുപോലെ തന്നെ ISROയുടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടെന്ന് വെച്ചാൽ ISROയ്ക്ക് ഡിഫറെന്റ് ലോഞ്ചിങ് വെഹിക്കിളുകളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സാറ്റലൈറ്റുകളിനെ റോക്കറ്റ് പവറുകൾ ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഉള്ളത്, എർത്ത് അറ്റ്മോസ്ഫിയറിൽ എത്തിക്കുക എന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന 3 ലോഞ്ചിങ് വെഹിക്കിളുകളാണ് ഇപ്പോൾ പ്രസന്റ്ലി ISROയ്ക്ക് ഉള്ളത്. ഒന്ന് പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, വാട്ട് ഈസ് കോൾഡ് ദ PSLV. ISROയിലെ ലോഞ്ചിങ് വെഹിക്കിളുകളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിരിക്കുന്ന ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. ദെൻ GSLV, ജിയോ സൈൻട്രഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ദെൻ ജിയോ സൈൻട്രഡ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ Mark 3. ഈ 3 ലോഞ്ചിങ് വെഹിക്കിളുകളാണ് ISROയ്ക്ക് ഉള്ളത്. ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ട, ISRO പല രീതിയിലുള്ള എക്സ്പെരിമെന്റുകൾ നടത്താറുണ്ട്. അതായത് പല രീതിയിലുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാറുണ്ട്. അത് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സാറ്റലൈറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിയിക്കണം. ഇപ്പം ISRO ചില എക്സ്പെരിമെന്റുകൾ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ്സ്. അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ അതിന്റെ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയറിന്റെയോ സ്ട്രാറ്റോസ്ഫിയറിന്റെയോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി. ആർക്കെങ്കിലും ഒരു എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റിന്റെ പേര് പറയാമോ? ഇപ്പൊ എക്സാമിന് വരുമ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത്. താരെ പറയുന്നവയിൽ ISRO വിക്ഷേപിച്ച ഒരു എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ഏതാണ്, അല്ലെങ്കിൽ താരെ പറയുന്നവയിൽ ISRO വിക്ഷേപിച്ച ആദ്യത്തെ എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ഏതാണ് എന്ന് ചോദിക്കാം. ആർക്കെങ്കിലും പറയാവോ ഒരു എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ്, ഒരു എക്സാമ്പിൾ? ആർക്കെങ്കിലും?
example of experimental satellite which is launched by ISRO? Any idea? ഭാസ്കര എക്സ്പെരിമെന്റൽ ആയിരുന്നു. ഭാസ്കര എക്സ്പെരിമെന്റൽ അല്ല, അല്ല. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. SLV അല്ല. ആദ്യം തന്നെ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറയാം. ആദ്യത്തെ ഫസ്റ്റ് സാറ്റലൈറ്റ് ഏതാണോ അതാണ്. വാട്ട് ഈസ് കോൾഡ് ദ ആര്യഭട്ട, വിച്ച് ഈസ് ലോഞ്ച്ഡ് ഇൻ 1975. അത് ഇന്ത്യയുടെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആണ്. അത് തന്നെയാണ് എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റോഹിണി സാറ്റലൈറ്റ്, SLV3 റോഹിണി സാറ്റലൈറ്റ്. അതും ഒരു എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ആണ്. സോ എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം പറയാം. ഒന്ന് ആര്യഭട്ട ആൻഡ് റോഹിണി സാറ്റലൈറ്റ്. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഈ what is known as കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാൻമെയ്ഡ് സാറ്റലൈറ്റുകളാണ്. അതിനെ ചില സിഗ്നൽസുകളും ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ എർത്തിന്റെ ലൊക്കേഷൻസും കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റും GSAT സാറ്റലൈറ്റും. അതൊരു പ്രൈമറി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റും GSAT സാറ്റലൈറ്റും ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇൻസെറ്റ് 1B ISRO 1983 വിട്ടതാണ്. അത് ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ആണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. എർത്തിനെ നിരീക്ഷിക്കാനുള്ള സാറ്റലൈറ്റ് എന്ന് പറയും. അതിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഡേറ്റാസ് കളക്ട് ചെയ്ത് റിമോട്ട് സെൻസിങ് ടെക്നോളജികൾ ഉപയോഗിച്ച് ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ ബയോളജിക്കൽ പരമായിട്ടുള്ള പ്ലാനറ്റിന്റെ മൂവ്മെന്റുകളും എർത്തിന്റെ മൂവ്മെന്റുകളും പഠിക്കുക എന്നൊക്കെയാണ് അതിന്റെ ഡ്യൂട്ടി. നേരത്തെ നിങ്ങൾ ഒരാൾ പറഞ്ഞ പോലെ തന്നെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റിന്റെ എക്സാമ്പിൾ ആണ് ഭാസ്കര 1. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റിന്റെ എക്സാമ്പിൾ ആണ് ഭാസ്കര 1. അത് 1979 അത് ലോഞ്ച് ചെയ്തത്. ഭാസ്കര 1 ഒരു എർത്ത് സാറ്റലൈറ്റ് ആണ്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. അതൊരു എക്സ്പെരിമെന്റൽ ഫസ്റ്റ് എക്സ്പെരിമെന്റ്, പക്ഷെ അതൊരു എർത്ത് ഒബ്സർവേഷൻ ആണ്. സോ ISRO 1979 ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഒരു എർത്ത് ഒബ്സർവേഷൻ ആണ് IRS-1A. അത് 1988 അതിന് സീരിയസ് ആയിട്ടുള്ള റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഓഷ്യൻ സാറ്റ് ആണ്. ഓഷ്യൻ സാറ്റ് then Catrosat, then we can say other example RISAT. ഇതെല്ലാം ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് പത്രം വായിച്ചിട്ടുള്ളവരാണ്, ഈ അടുത്ത കാലത്തിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യ ഒരു പുറത്തുനിന്നുള്ള ഒരാളുടെ സഹായത്തോടെ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ആരുടെ സഹായത്തോടെ? എനിവൺ? പെട്ടെന്ന് ഞാനിങ്ങനെ ഇത് പറഞ്ഞപ്പോ എന്റെ ഓർമ്മയിൽ വന്നു. ഈ 2 ദിവസത്തെ മുന്നേ പത്രത്തിലുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ISRO ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആരുടെ സഹായത്തോടെയാണ്? ആർക്കെങ്കിലും? എലോൺ മസ്കിന്റെ ഇതിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റിന്റെ സഹായത്തോടെയാണ് ഇന്ത്യ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഫാൽക്കൺ 9 ലോഞ്ചിങ് ഇതിൽ നിന്നും ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. സോ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റിന്റെ എക്സാമ്പിൾ ആണ് ഭാസ്കര 1, ദെൻ IRS-1A, ദെൻ ഓഷ്യനോസാറ്റ്, കാസ്ട്രോസാറ്റ്, റിസാറ്റ് എന്നൊക്കെ പറയുന്നു. ദെൻ അടുത്ത ഒരു തരമാണ് നാവിഗേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സുകളാണ്. നാവിഗേഷൻ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞാൽ ജിയോ സ്പെസിഫിക് പൊസിഷൻസ് അറിയുക എന്നതാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പോലെ GPS പരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളും മൂവ്മെന്റുകളും എല്ലാം ഉപയോഗിക്കുക എന്നതാണ് അതിന്റെ ഡ്യൂട്ടി. ഓൾറെഡി 2 നാവിഗേഷൻ സാറ്റലൈറ്റ്സുകളാണ് ISRO ചെയ്തിട്ടുള്ളത്. ഒന്ന് GPS എയ്ഡഡ്
ജിയോ അക്യുമേറ്റഡ് നാവിഗേഷനും 2 നവിക്കും. ഈ 2 നാവിഗേഷൻ സാറ്റലൈറ്റ്സുകളാണ് ISR ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ അടുത്തൊരു ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ആണ് സ്മോൾ സാറ്റലൈറ്റ്സ്. അതായത് 500 കിലോയിൽ താഴെ വെയിറ്റ് ഉള്ള കുട്ടികളുടെ കാര്യങ്ങൾക്കും അങ്ങനത്തെ സയൻസ് മിഷൻസിനും ഒക്കെ ഉപയോഗിക്കുന്ന തരം സാറ്റലൈറ്റ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് യൂത്ത് സാറ്റ് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മൈക്രോസാറ്റ്, ഇത് രണ്ടും ISRO വിക്ഷേപിച്ചിട്ടുള്ള സ്മോൾ സാറ്റലൈറ്റ് ആണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരുതരം സാറ്റലൈറ്റ് ആണ് സ്പേസ് എക്സ്പ്ലോറേഷൻ സാറ്റലൈറ്റ്സ്. സ്പേസ് എക്സ്പ്ലോറേഷൻ സാറ്റലൈറ്റ്സ് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പേസ് സയൻസിനെയും അതിനെ കൂടുതൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ്. ഇതിനുവേണ്ടി ആദ്യമായിട്ട് ISRO ഉപയോഗിച്ച ഒരു ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് അസ്ട്രോണമി മിഷൻ അതാണ് അസ്ട്രോസാറ്റ്. അസ്ട്രോസാറ്റ് എന്ന ലോഞ്ച് ചെയ്തത് അസ്ട്രോസാറ്റ് ഈ ആദിത്യ 1 അതുപോലെ ഇതൊക്കെ വന്ന സമയത്ത് ന്യൂസിലുണ്ടായിരുന്നു. അസ്ട്രോസാറ്റ് ലോഞ്ച് ചെയ്ത വർഷം ആർക്കെങ്കിലും അസ്ട്രോസാറ്റ് ലോഞ്ച് ചെയ്ത വർഷം 2080 അല്ല. അസ്ട്രോസാറ്റ് ലോഞ്ച് ചെയ്തത് അതെ അസ്ട്രോസാറ്റ് ലോഞ്ച് ചെയ്തത് 2015 അതിന്റെ അസ്ട്രോണമി മിഷനാണ്. ISROയുടെ ഒരു അസ്ട്രോണമി മിഷനാണ്. അതാണ് ആദ്യത്തെ ഒരു സ്പേസ് എക്സ്പ്ലോഷൻ. രണ്ടാമത്തെയാണ് മംഗളയാൻ. അസ്ട്രോസാറ്റ് ആദ്യത്തെ അല്ല, അതൊരു ഡെഡിക്കേറ്റഡ് അസ്ട്രോണമി മിഷനാണ്. പിന്നെ നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒരു സ്പേസ് എക്സ്പ്ലോഷൻ ഓഫ് ISRO ആണ് മംഗളയാൻ. അത് 2013 ലോഞ്ച് ചെയ്തത്. കാരണം മാർസ് ഓർബിറ്റർ അല്ലെങ്കിൽ മംഗളയാൻ എന്ന് പറയുന്ന മിഷൻ നിങ്ങൾ എക്സാമിന് ഓർത്തിരിക്കുന്നത് 2013 എന്ന് പറഞ്ഞ വർഷം ഓർത്തിരിക്കുന്ന കാരണം ആ മംഗളയാൻ മിഷന്റെ 10ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു 2023. അതൊരു ഫസ്റ്റ് ഇന്റർ പ്ലാനറ്ററി മിഷൻ ഓഫ് ISRO ആണ് ടു മാർസ്. അത് സക്സസ്ഫുൾ ആയിരുന്നു. അത് ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ ഓഫ് ISRO ആണ്. സോ രണ്ടാമത്തെ ആയി. ദെൻ സക്സസ്ഫുൾ ആയിട്ടുള്ള അടുത്ത ഒരു എക്സാമ്പിൾ ആണ് ചന്ദ്രയാൻ 3. നമുക്കറിയാം ചന്ദ്രയാൻ 3 റീസെന്റ് ലാൻഡർ റോവർ മിഷൻ ഫോർ ദ മൂണിന്റെ സദേൺ ഏരിയകളിൽ ലാൻഡ് ചെയ്തതാണ്. സോ ചന്ദ്രയാൻ 3. ദെൻ ആദിത്യ L1 മിഷൻ, ഫസ്റ്റ് സോളാർ മിഷൻ ഓഫ് ISRO. ഇതാണ് സ്പേസ് എക്സ്പ്ലോഷൻ മിഷൻ ഓഫ് ISRO നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലോഞ്ചിങ് ഡേറ്റ് ഓഫ് ആദിത്യ L1 മിഷൻ? That is answer is C4 Calcutta, 2 September 2023. സോ പക്ഷെ നിങ്ങൾ ഇവിടെ അറിയേണ്ട കാര്യം, ഈ ആദ്യത്തെ L1 മിഷനെ സ്പേസിലേക്ക് ക്യാരി ചെയ്തത് ഏത് ലോഞ്ചിങ് വെഹിക്കിളാ? PSLV ആണോ, GSLV ആണോ, GSLV Mark 3 ആണോ? എനിവൺ? കുറച്ച് പേര് PSLV ആണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ C ആണെങ്കിൽ അതെല്ലാവർക്കും കറക്റ്റ് ആയെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇൻഫർമേഷൻ, ഈ ആദ്യത്തെ L1നെ സോളാർ പ്രോബ് അതല്ലെങ്കിൽ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ ISRO ഉപയോഗിച്ച ലോഞ്ചിങ് വെഹിക്കിളിന്റെ പേര് പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ്. അത് ഒന്നാമത്തെ ചോദ്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്ട്ലി ചോദിക്കാം. പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് ആദ്യത്തെ L1 മിഷനിൽ നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ വേണമെങ്കിൽ എക്സാമിനർക്ക് വേറൊരു രീതിയിൽ ചോദിക്കാം. ആദ്യത്തെ L1 മിഷൻ ചന്ദ്രയാൻ 1, മംഗളയാൻ അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 എന്ന് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് PSLV ഉപയോഗിച്ചത് എന്ന് ചോദിക്കാം. സോ ഒന്ന് ആദ്യത്തെ L1 മിഷന് വേണ്ടി ഉപയോഗിച്ചത് PSLV ആണ്. പ്രീവിയസ് ആയിട്ട് PSLV ഉപയോഗിച്ചിട്ടുള്ള മിഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ചന്ദ്രയാൻ 1ലും മാർസ് മിഷനിലും വാട്ട് ഈസ് കോൾഡ് ദ മംഗളയാനിലും PSLV ഉപയോഗിച്ചിട്ടാണ് ഈ നമ്മൾ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്തത്. അപ്പൊ 3 മിഷൻ ഓർത്തിരിക്കുക. PSLV ഉപയോഗിച്ച് ലോഞ്ച് ചെയ്ത 3 മിഷൻ ആദിത്യ L1 മിഷൻ, ദെൻ ചന്ദ്രയാൻ 1 ആൻഡ് മംഗളയാൻ. ചന്ദ്രയാൻ 1 2008 മംഗളയാൻ 2013. ഈ 3 മിഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് PSLV ആണ്.
ഇനി ഇവിടെ നിങ്ങൾ ആദ്യത്തെ L1 മിഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അതായത് മിക്ക എക്സാമിനൊക്കെ വേണം, ഇപ്പൊ നിങ്ങൾക്കറിയാം PSCയും ഒരു UPSC ലെവലിലേക്ക് സ്റ്റേറ്റ്മെന്റ് രീതികളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡയറക്ട്ലി ചോദിക്കുന്നതിന് പകരം ഈ അടുത്ത കാലത്ത് ഖാദി എക്സാം എഴുതിയപ്പോഴും ഡയറക്ട്ലി ആയിരുന്നെങ്കിലും ഒരു 3-4 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് UPSCക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ചോദ്യം ചോദിക്കാം. സോ ഇതിൽ ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, ആദ്യത്തെ L1 മിഷൻ ചന്ദ്രനിൽ പോയി കാലുകുത്തുകയോ അല്ലെങ്കിൽ അടുത്ത് പോലും പോകുന്നില്ല. ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. അത് തിരിച്ചു വരികയും ചെയ്യുന്നില്ല. ഈ മിഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ സണ്ണിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ തന്നെ സണ്ണിന്റെ റേഡിയേഷൻ, ഹീറ്റ്, അതുപോലെ തന്നെ പാർട്ടിക്കിൾസിന്റെ ഫ്ലോയെ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, അതെങ്ങനെയാണ് സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കുക എന്നതാണ് ആദ്യത്തെ L1 മിഷൻ സൂര്യനിലേക്ക് അയച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്. അതായത് അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയർ ഓഫ് സൺ, അതിനെയാണ് ക്രോമോസ്ഫിയർ ആൻഡ് കൊറോണ എന്നറിയപ്പെടുന്നത്. അതിൽ ചൂട് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ കൊറോണൽ മാസ് ഇജക്ഷൻ എന്നാണ് പറയുന്നത്. അതൊരു ലാർജ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തുവിടുന്നതാണ്, അതിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ സ്പേസ് വെതർ പഠിക്കുക. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഇത് ഞാൻ ഈ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ആ ഒരൊറ്റ ലൈൻ നിങ്ങൾ ഓർത്താൽ മതി. ഈ ആദ്യത്തെ L1 മിഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ സണ്ണിനെ കുറിച്ചുള്ള നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കുക, സണ്ണിന്റെ റേഡിയേഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ആദ്യത്തെ L1 മിഷന്റെ ഒബ്ജക്റ്റീവ്. So second question answer is C for Calcutta. Third question, who is ആദ്യത്തെ L1 മിഷൻ ഡയറക്ടർ? ഈ ഒരു ചോദ്യം ഞാനിത് ISROടെ ഇത് പഠിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് കിട്ടിയത്. ഞാൻ ഓരോന്നിലേക്കും ഞാൻ ഇങ്ങനെ വായിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് ഡയറക്ട്ലി ഇത്രയിലെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ അടുത്ത കാലത്തെ കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വിമൻ എംപവർമെന്റിന് വലുതായിട്ടൊരു പ്രാധാന്യം കൊടുക്കുന്ന വർഷമാണ് കഴിഞ്ഞു പോയത് 2023. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്താണ് 105ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പാസ്സാക്കി 33% റിസർവേഷൻ പാർലമെന്റിൽ നടപ്പാക്കാനുള്ള തീരുമാനം പാർലമെന്റ് എടുത്തു. അതേപോലെ തന്നെ ഈ അടുത്ത നാളിൽ തൃശ്ശൂരിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വന്ന സമയത്ത് അദ്ദേഹം വിമൻ എംപവർമെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിലും അതേ സമയത്ത് കേരള ഗവൺമെന്റിന്റെയും പല സ്കീമുകൾ വിമൻ എംപവർമെന്റിനെ ഇത് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ കോയിൻസിഡൻസ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ക്ലിക്ക് ചെയ്തത്. കാരണം മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ B ഫോർ ബോംബെ ആണ്. നീജർ ഷാജിയാണ് ആദ്യത്തെ L1 മിഷന്റെ ഡയറക്ടർ. ഇദ്ദേഹം മീൻസ് ഈ പുള്ളിക്കാരി അല്ലെങ്കിൽ ഇത് സ്ത്രീയാണ്. സെങ്കോട്ട അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് ജനിച്ചത്. ISROയുടെ പല പ്രോജക്റ്റുകളിലും ഇവര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ റിമോട്ട് സെൻസിങ്ങിലെ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലെ, അതുപോലെ തന്നെ ഇന്റർ പ്ലാനറ്ററി സാറ്റലൈറ്റുകളിലെല്ലാം വളരെ റോള് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത റിസോസാറ്റ് 2A പ്രോജക്റ്റിലെ അസോസിയേറ്റഡ് പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു നീഗർ ഷാജി എന്ന് പറയുന്ന ഈ ഒരു വനിത. സോ അതുകൊണ്ട് PSC നിങ്ങളോട് ആദ്യത്തെ L1 മിഷന്റെ ഡയറക്ടർ ആരാണ് എന്ന് ചോദിക്കാം. സോ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് B ഫോർ ബോംബെ. 4, ISRO സ്പേസ് സെന്റർ ഇൻ ശ്രീഹരിക്കോട്ട ഈസ് സിറ്റുവേറ്റഡ് ഇൻ, ദാറ്റ് ഈസ് ആൻസർ ഈസ് തിരുപ്പതി. ശ്രീഹരിക്കോട്ട ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ, അതൊരു ബാരിയർ ഐലൻഡ് ആണ്. ബേ ഓഫ് ബംഗാൾ കോസ്റ്റിലുള്ള ബാരിയർ ഐലൻഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അത് തിരുപ്പതി ഡിസ്ട്രിക്ട് ഇൻ ആന്ധ്രാപ്രദേശിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. സോ 4 ആൻസർ ഈസ് C ഫോർ കൽക്കട്ട. ദെൻ 5th ക്വസ്റ്റ്യൻ, ഈ ഒരു അവാർഡ് അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് എടുക്കാൻ കാരണം ഇതിലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ISRO ഹാസ് ബീൻ അവാർഡഡ് ദ 2023 ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ്. യെസ്, ചന്ദ്രയാൻ 3യുടെ മിഷന്റെ വിജയത്തിന്റെ
ബേസിസിലാണ് ഈ ഒരു അവാർഡ് ISROയ്ക്ക് ഈ ഡിസംബറിലാണ് ISROയ്ക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ സെറ്റ് ചെയ്തത്. പക്ഷെ ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്യുന്നത് നാഷണൽ എയറോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അല്ല, US ബേസ്ഡ് അല്ല. ഇത് ഐസ്ലൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ഓഫ് മ്യൂസിയം ആണ് ഇത് അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് നാസ അല്ല ഈ അവാർഡ് കൊടുക്കുന്നത്. ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ഒരു ആനുവൽ അവാർഡാണ്. അത് പ്രസന്റ് ചെയ്യുന്നത് ഐസ്ലൻഡിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ മ്യൂസിയം ആണ് ഇത് അവാർഡ് നൽകുന്നത്. ഈ ഒരു അവാർഡ് അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇത് എപ്പോഴും കൊടുക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് ടു ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ എക്സ്പ്ലോഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്പേസ് ഏജൻസികൾക്കാണ് ഇത് നൽകുന്നത്. സോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഏജൻസി അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചന്ദ്രയാൻ 3യുടെ സക്സസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വർഷത്തെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ISROയ്ക്ക് നൽകിയത്. സോ ഇതാണ് നിങ്ങൾ ഈ ഒരു അവാർഡ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ISROയോട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഈ ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്ത മാസം ഏതാ, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത ദിവസം ഏതാ, മാസവും ദിവസം ഏതാ? ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത് 2023 ഓഗസ്റ്റ് 23, ജൂലൈ 2023. അത് അവിടെ ഇറങ്ങിയതല്ല ഞാൻ ചോദിച്ചത്, ലോഞ്ച് ചെയ്തത് ജൂലൈ 14. ജൂലൈ 14 ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തത്. മെയ്ഡ് സക്സസ്ഫുൾ ലാൻഡിംഗ് ഇൻ മൂൺ സർഫസ്. അത് ഓഗസ്റ്റ് 23 ഇന്ത്യക്ക് മുന്നേ ചന്ദ്രനിൽ കാല് കുത്തിയ 3 രാജ്യങ്ങളായിരുന്നു. ഇപ്പൊ ഇന്ത്യ ആ ഒരു ലിസ്റ്റിൽ 4 പേരാണ്. 3 പേരാണ് ഇതിനു മുന്നേ ഉള്ള USSR, US, ചൈന. ഇവര് 3 പേരുമാണ് ഇന്ത്യക്ക് മുന്നേ സോഫ്റ്റ് ലാൻഡിങ് ലൂണാർ സർഫസിൽ നടത്തിയിട്ടുള്ളത്. സോ ഇപ്പോൾ 4 പേരുണ്ട്, USSR, US, ചൈന, ഇന്ത്യ. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് ചന്ദ്രയാൻ 3 മൂണില് കണ്ടെത്തിയ ഒരു പ്രസൻസ് എന്താണ്? ഏത് ആറ്റത്തിന്റെ പ്രസൻസ് ആണ് മൂണിൽ കണ്ടെത്തിയത്? ചന്ദ്രയാന്റെ ഒരു പേലോഡ് ആയിട്ടുള്ള ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് റീസെന്റ് ഒരു മൂലകത്തിന്റെ പ്രസൻസ് മൂണിൽ കണ്ടെത്തി. ഏത് മൂലകമാണ്? ഏത് മൂലകത്തിന്റെ പ്രസൻസ് ആണ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് കണ്ടെത്തിയത്? ആർക്കെങ്കിലും പറയാമോ? സൾഫറിന്റെ പ്രസൻസ് ആണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്. ചന്ദ്രയാൻ 3യുടെ പേലോഡ് ആയിട്ടുള്ള ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന പേലോഡ് മൂണില് സൾഫറിന്റെ പ്രസൻസ് ലൂണാർ സർഫസിൽ സൗത്ത് പോളില് ആദ്യമായിട്ട് കണ്ടെത്തി. അതിനു മുന്നേ ഓൾറെഡി കണ്ടെത്തിയിട്ടുള്ളത് അലൂമിനിയം കണ്ടെത്തിയിട്ടുണ്ട്, കാൽസ്യം കണ്ടെത്തിയിട്ടുണ്ട്, ക്രോമിയം കണ്ടിട്ടുണ്ട്, മഗ്നീഷ്യം, സിലിക്കോൺ, ഓക്സിജൻ, ഇതെല്ലാം കണ്ടെത്തിയിട്ടുള്ളതാണ്. ഓൾറെഡി ഇപ്പോൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സെർച്ച് മൂണിൽ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ചന്ദ്രയാന്റെ പേലോഡ് ആയിട്ടുള്ള ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് ചന്ദ്രയാനില് സൾഫറിന്റെ പ്രസൻസ് കണ്ടെത്തിയിരിക്കുന്നു. അതൊരു ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ് ആണ്. ISROയുടെ സൈഡിൽ നിന്നും ലാൻഡ്മാർക്ക് അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാം, ചന്ദ്രയാൻ 3 ഓഗസ്റ്റ് 23 മൂണിൽ ലാൻഡ് ചെയ്ത സമയത്ത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. അതിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു ചന്ദ്രയാൻ 2 വീണുപോയ സ്ഥലത്തിന് അദ്ദേഹം പേരിട്ടു. ചന്ദ്രയാൻ 2നെ നമ്മൾ കണ്ടെത്തിയായിരുന്നു. റോവർ വർക്ക് ചെയ്തില്ല, അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടോടെ ആ ഒരു മിഷൻ ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ ഈ ഒരു പരീക്ഷണത്തിൽ അത് എവിടെ കിടന്നെന്നൊക്കെ നമ്മൾ കണ്ടെത്തിയിരുന്നു. ആ ഒരു പ്ലേസിന്, ആ ഒരു ഫുട് പ്രിന്റിന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇട്ട പേരെന്താ? എന്ത് പേരാന്നല്ലേ? ചന്ദ്രയാൻ 2 ഫുട് പ്രിന്റ് ഇട്ട മൂന്നിലെ പ്ലേസിന് തിരങ്ക പോയിന്റ്. ഓക്കെ, തിരങ്ക പോയിന്റ് എന്നതാണ് ആ ഒരു സ്ഥലത്തിന് ഇട്ടേക്കുന്ന പേര്. അത് ഓർക്കുക, തിരങ്ക പോയിന്റ്. കാരണം 2-3 പേരോട് ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത ചോദ്യത്തിലൊക്കെ പറയാം. ഈ ഒരു പേര് ഓർക്കുക, തിരങ്ക പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ 2 മൂണില് വീണ സ്ഥലത്തിന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇട്ട പേര്. സോ 5 ആൻസർ ഈസ് B ഫോർ ബോംബെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നാസ അല്ല,
അത് ഐസ്ലൻഡ് ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലോറേഷൻ ഇതാണെന്ന് ഓർക്കുക. 6 ചന്ദ്രയാൻ 3 മിഷൻ റോവർ ഈസ് നോൺ ആസ്, എനിക്കറിയാം ഭൂരിഭാഗം പേരും ചിലപ്പം വിക്രം ആയിരിക്കും എത്തിയിരിക്കുന്നത്, പക്ഷെ അത് റോവർ അല്ല, അത് ലാൻഡർ ആണ്. ഓക്കെ, വിക്രം ലാൻഡറിന്റെ പേരാണ്. സോ ആൻസർ സി ആണ്, പ്രഗ്യാൻ ആണ്. പ്രഗ്യാൻ എന്നാണ് റോവറിന്റെ പേര്. സോ ഇത് രണ്ടും മാറിപ്പോയല്ലോ. വിക്രം എന്നത് ലാൻഡറിന്റെ പേരും പ്രഗ്യാൻ എന്നത് റോവറിന്റെ പേരുമാണ്. ഓക്കെ, സോ 6 ആൻസർ ഈസ് സി ഫോർ കൽക്കട്ട. 7 which launcher is used for the Chandrayaan 3? That is GSLV Mark 3. GSLV Mark 3. പക്ഷെ നമ്മുടെ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്ത ആ കാര്യം ഓർക്കുക, ചന്ദ്രയാൻ 2-ന്റെ ചന്ദ്രയാൻ 1-ന്റെയും 2-ന്റെ അല്ല, ചന്ദ്രയാൻ 1-ന്റെയും മംഗളയാന്റെയും PSLV ആണ് ഉപയോഗിച്ചത്. പക്ഷെ ചന്ദ്രയാൻ 3-ക്ക് വേണ്ടി ഉപയോഗിച്ചത് GSLV ആണ്. GSLV Mark 3 ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. Then 8th question. The mission objective of Chandrayaan 3 to demonstrate rover roving on the moon, and B to demonstrate a safe and a soft landing on lunar surface, C to conduct an in situ scientific experiment, D all the above. Answer is D all the above. ISROയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം ഉണ്ട്. ഗെറ്റിംഗ് ലാൻഡർ സേഫ് ആയിട്ട് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുക എന്നത് ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. രണ്ടാമത്തെ റോവറിന് ഒരു കെപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതായിരുന്നു. എത്ര ദിവസമായിരുന്നു റോവറിന്റെ കാലാവധി? എത്ര ദിവസമായിരുന്നു റോവർ? എത്ര ദിവസമാണ് റോവറിന്റെ കാലാവധി? 14 ദിവസമായിരുന്നു. 14 ദിവസം. കാരണം അതൊരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അടുത്ത കുറച്ച് നാളുകൾക്ക് മുന്നേ ആണ് റോവർ, അതായത് ചന്ദ്രന്റെ ഇത് ടേൺ ആവുന്നതുകൊണ്ട് റോവർ ഉറങ്ങാൻ ശ്രമിച്ചെന്നും അതിനുശേഷം അത് തിരിച്ചു വന്നപ്പോൾ അതിനെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ISROയുടെ സൈഡിൽ നിന്ന് ഒരു ശ്രമം നടത്തിയിരുന്നു, പക്ഷെ അത് വിജയിച്ചില്ല. സോ 8 ആൻസർ ഈസ് D ഫോർ ഡൽഹി. 9 ഹൂ ഇസ് ദ ഡയറക്ടർ ഓഫ് ചന്ദ്രയാൻ 3 മിഷൻ? ചന്ദ്രയാൻ 3 മിഷൻ അവിടെയും ആൻസർ സി ആണ്. റിതു ഖർദ്യാൽ ആണ് പ്രൊമിനന്റ് സയന്റിസ്റ്റ് ഇൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. പുള്ളിക്കാരിയാണ് ചന്ദ്രയാൻ 3യുടെ ലീഡിംഗ് ചന്ദ്രയാൻ 3യിൽ നിന്നത്. ഈ മീൻസ് ആ നേരത്തെ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കി, കാരണം റിതു ഖർദ്യാലിന് വേറൊരു പേരൂടെ ഉണ്ട്. ഷീ ഈസ് നോൺ ആസ് റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സീനിയർ സയന്റിസ്റ്റ് ആണ്, റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഷീ വാസ് സക്സസ്ഫുള്ളി ലെഡ് ദ ചന്ദ്രയാൻ 3 മിഷൻ അലോങ് വിത്ത് അതർ സയന്റിസ്റ്റ്. കാരണം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം, ഈ ഒരു 2 പേഴ്സണാലിറ്റികളെ കുറിച്ച്. കാരണം ഇതിൽ രണ്ടിടത്തും 2 വിമൻ ആണ് മുന്നോട്ട് നിന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ഇതിൽ ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. റിതു ഖർദ്യാൽ ആൻഡ് ഓൾസോ ഷീ ഈസ് നോൺ ആസ് റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ. ഓക്കെ, റോക്കറ്റ് വിമൻ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അത് APJ അബ്ദുൽ കലാം ആണ്. എന്നാൽ റിതു ഖർദ്യാൽ ഈസ് എ സീനിയർ സയന്റിസ്റ്റ് ഇൻ ISRO വിച്ച് ഈസ് നോൺ ആസ് റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ 9 ആൻസർ ഈസ് C ഫോർ കൽക്കട്ട. 10 August 23 will be celebrated as Space Day. National Space Day because of Chandrayaan 3 മൂണില് കാല് കുത്തിയതിനെ ഓർമ്മ ഇതാക്കാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയിലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചാണ് ഇന്നു മുതൽ August 23 will be celebrated as National Space Day എന്നുള്ള പേര് അതേ ഇട്ടു. 11 what is the name is given to the Chandrayaan 3 landing spot? BSc ചെയ്യുന്ന പോലെ തന്നെ ശിവ എന്നുള്ള പേര് ഉപയോഗിച്ച് നിങ്ങളെ കൊണ്ടുവന്ന ട്രബിളിൽ കൊണ്ടുവന്നില്ല. സോ ആൻസർ A for Agra, ശിവശക്തി പോയിന്റ്, ശിവ പാർവതി പോയിന്റ്, ശിവ പോയിന്റ്, ശിവ ഭക്തി പോയിന്റ്. സോ ഡോണ്ട് ബി കൺഫ്യൂസ്, ശിവ ശക്തി പോയിന്റ്. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ചന്ദ്രയാൻ 3 ലാൻഡർ ടച്ച് ചെയ്ത ആ ഒരു ഏരിയക്ക് അദ്ദേഹം ശിവശക്തി എന്നുള്ള പേര് നൽകി. Where is Jawhar point on the moon? Where is Jawhar point on the moon? South Pole. So the answer is C for Calcutta.
ഷാക്ടൻ ക്രാറ്റർ റീജിയൻ ഓഫ് ദ മൂൺ. ഈ ജവഹർ പോയിന്റ് അല്ലെങ്കിൽ ജവഹർ സെൽത്തൽ ഈ ഒരു പോയിന്റ് എവിടാന്ന് ചോദിച്ചാൽ ഷാക്ടർ ക്രാറ്റർ. അവിടെ ഒരു ക്രാറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഇടിഞ്ഞ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വെള്ളക്കെട്ട് പോലെ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് പറയുന്നത് ക്രാറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ലാൻഡിംഗ് സൈറ്റ് പേര് നൽകിയ ചന്ദ്രയാൻ 1 മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചന്ദ്രയാൻ 1 അത് സ്പോട്ട് ചെയ്ത ഏരിയക്ക് പറയുന്ന പേരാണ് ജവഹർ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പേര് സജസ്റ്റ് ചെയ്തത് ഇന്ത്യയുടെ ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമാണ് ചന്ദ്രയാൻ 1 മിഷനുമായിട്ട് ചന്ദ്രയാൻ 1 ലാൻഡ് ചെയ്ത സൈറ്റിന് അദ്ദേഹം ഇട്ട പേരാണ് ജവഹർ പോയിന്റ്. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഷാക്ടർ ക്രാറ്റർ റീജിയൻ ഓഫ് ദ മൂണിലാണ്. കാരണം ഒരിക്കലും സൗത്ത് പോൾ എന്ന് പറയരുത്. കാരണം സൗത്ത് പോളില് ചന്ദ്രയാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു മിഷൻ ഇറങ്ങിയത് ചന്ദ്രയാൻ 3 സോ നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ഡി നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ സി ജവഹർ പോയിന്റ് അത് ലാൻഡിംഗ് സൈറ്റ് ഓഫ് ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 1 ലാൻഡ് ചെയ്ത സൈറ്റിന് APJ അബ്ദുൽ കലാം ഇട്ട പേരാണ് ജവഹർ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ്. സോ ആൻസർ ഈസ് C ഫോർ കൽക്കട്ട. 30 ചേസ്റ്റ് പേലോഡ്. ഇതിന് ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ ചന്ദ്ര സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. പേലോഡ് സെൻഡ് ടു ദ മെസ്സേജ് അബൌട്ട്. ആൻസർ ഈസ് B ഫോർ ബോംബെ. ടെമ്പറേച്ചർ പ്രൊഫൈൽ ഓഫ് ടോപ്പ് സോയിൽ. ഇത് ചന്ദ്രയാൻ 3 ഉപയോഗിച്ച ഒരു പേലോഡാണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ പ്രൊഫൈൽ ഓഫ് ടോപ്പ് സോയിൽ ആണ്. അതായത് അറൌണ്ട് ദ പോൾ, സദേൺ പോളിലുള്ള ടോപ്പ് സോയിലുകളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, അതുപോലെ തന്നെ തെർമൽ ബിഹേവിയർ ഓഫ് മൂൺ സർഫസ് കണ്ടെത്തുക എന്നതാണ് ഈ പേലോഡിന്റെ ഒബ്ജക്റ്റീവ്. 14. What is the name of the first female robot to be part of India's first manned space mission? Anyone? Vyomitra. Because that was already in the news. Because Ministry of Science recently who said that Vyomitra is already ready. എല്ലാം അതിന്റെ കംപ്ലീറ്റ്ലി വർക്ക് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. സോ 40 ആൻസർ ഈസ് C ഫോർ കൽക്കട്ട. Which Indian has been honored by the Legion of Honor Award? ഈ ലീഗൺ ഓഫ് ഓണർ അവാർഡ് ഏത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡാണ്? ലീഗൺ ഓഫ് ഓണർ അവാർഡ് ഏത് രാജ്യത്തിന്റെയാണ്? ഏത് രാജ്യത്തിന്റെയാണ്? എനിവൺ? ഇത് ഫ്രാൻസ്. ഇത് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ഒരു അവാർഡാണ്. ഒരു നല്ല ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഫ്രഞ്ച് ഗവൺമെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് സർവീസ് നടത്തുന്നവര് ഇറസ്പെക്റ്റീവ് ഓഫ് നാഷണാലിറ്റി നോക്കാതെ അവര് നൽകുന്ന അവാർഡാണ്. ഈ അവാർഡ് കഴിഞ്ഞ ഡിസംബറിലാണ് ISROയുടെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ലളിതാംബിക. സോ ആൻസർ ഈസ് A ഫോർ ആഗ്ര. PR ലളിതാംബികയ്ക്ക് അദ്ദേഹം സെക്കൻഡ് ISRO സയന്റിസ്റ്റ് ആണ്. ഈ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ അല്ല, ISROയിൽ തന്നെ രണ്ടാമത്തെ സയന്റിസ്റ്റ് ആണ്. ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് കിട്ടിയത് KS കിരൺ കുമാർ ആണ്. ആദ്യമായിട്ട് ഈ ഫ്രാൻസിന്റെ ലീഗൺ ഓഫ് ഓണർ അവാർഡ് കിട്ടിയത്. ഇത് രണ്ടാമത്തെ ആളാണ് ISRO എന്ന് പറഞ്ഞാൽ. അത് PR ലളിതാംബികയാണ്. ഇതും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഫ്രാൻസ് നാഷണാലിറ്റി നോക്കാതെ നൽകുന്ന ഒരു ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ISROനെ കണക്ട് ചെയ്ത് ഏതൊക്കെ രീതികളിൽ നിങ്ങളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. സോ ആൻസർ ഈസ് A ഫോർ ആഗ്ര. Then 60. Yaya Toso Lake, recently seen in the news, is located which of the following states and UTs? പേര് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഇതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. യായ ടോസോ ലേക്ക്. ടോസോ ലേക്ക് എന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, യു ക്യാൻ എലിമിനേറ്റ് വാട്ട് ഈസ് കോൾഡ് ജമ്മു ആൻഡ് കാശ്മീർ. ബിക്കോസ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉറുദു നെയിമാണ്. സോ ഇതൊരു ഡിഫറെന്റ് ആണ്. ദെൻ സിക്കിം ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്, ലഡാക്ക് ഉണ്ട്. സോ ടോസോ ലേക്ക് എന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാം ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ബുദ്ധിസ്റ്റ്. സോ ആൻസർ ഈസ് A, ലഡാക്ക് ആണ്. ബിക്കോസ് യായ ടോസോ ഓൾസോ നോൺ ആസ് ബേഡ് പാരഡൈസ്.
പക്ഷികളുടെ സ്വർഗം എന്നാണ് ഈ ഒരു ലേക്കിനെ അറിയപ്പെടുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ ലേക്കാണ്. 4820 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചോദ്യം എടുക്കാൻ കാര്യം, ലഡാക്കിന്റെ ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റീസെന്റ് ഈ ഒരു ലേക്കിനെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, നിങ്ങളോട് ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ബേർഡ്സിന്റെ പാരഡൈസ് എന്നറിയപ്പെടുന്ന ലേക്ക് ഏതാണ്? അത് യയാ ടോസോ ലേക്ക് ആണ്. ഇത് ലഡാക്കിന്റെ ഫസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് ലേക്ക് ആണ്. ഈ ലേക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പിക്ചറിലൊക്കെ നോക്കിയാൽ മെനി ബേർഡുകളെ കാണാൻ പറ്റും, അതുപോലെ തന്നെ ആനിമൽസിനെ കാണാൻ പറ്റും. ബാർ ഹെഡഡ് ഗൂസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പക്ഷികളെ, ഡക്കുകളെ, ഇവരുടെ എല്ലാം ഒരു ബ്രീഡിംഗ് സൈറ്റ് ആണ് ഈ ഒരു യയാ ടോസോ ലേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ 60 ആൻസർ ഈസ് A for Agra. 70 with the reference to deep ocean mission consider the following statement. എനിക്കറിയാം LDC നിങ്ങൾക്ക് മലയാളത്തിലാണ് ചോദിക്കുന്നത്, പക്ഷെ എനിക്ക് മലയാളം അത്ര ടൈപ്പ് ചെയ്തുള്ള പരിചയമില്ല, അതുകൊണ്ടാണ് ഇത് ഇംഗ്ലീഷിലാക്കിയത്. പക്ഷെ അടുത്ത പരീക്ഷ എങ്ങനെയും ഞാൻ മലയാളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. First statement, Ministry of Earth and Science is the nodal ministry implementing this multi-institutional ambitious mission. Yes. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ തന്നെ കാരണം നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ ആ മിഷന്റെ പേര് മറന്നുപോയി. ഈ അടുത്ത കാലത്ത് വേറൊരു രാജ്യം ഇങ്ങനെ ഒരു മിഷൻ നടത്തുകയും കടലിന്റെ അടിയിലേക്ക് ഇത് പോവുകയും അവിടെ വെച്ച് ഈ കടലിന്റെ അടിയിലേക്ക് പോയ ആ ഒരു മിഷനുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയിട്ട് കുറെ പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ മിഷന്റെ പേര് മറന്നുപോയി, പെട്ടെന്ന് ഇത് ഓർത്തപ്പോഴാണ് ഞാൻ ഇത് ഓർത്തെടുക്കുന്നത്. സോ ഡീപ്പ് ഓഷ്യൻ മിഷൻ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള അതേ മിഷൻ തന്നെയാണ്. സോ ഈ അടുത്ത കാലത്തെല്ലാം ന്യൂസിലുണ്ടായിരുന്നു. ഇത് ഏത് മിനിസ്ട്രിയാണ് അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെങ്കിൽ അത് മിനിസ്ട്രി ഓഫ് എർത്ത് ആൻഡ് സയൻസ് ആണ്. LDC എക്സാമിന് വരുമ്പോൾ ഡയറക്ട്ലി ചോദിക്കാം ഏത് മിനിസ്ട്രിയിലാണ് ഡീപ്പ് ഓഷ്യൻ മിഷൻ എന്ന് പറയുന്നത്. PSC ഇത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ തരും. ഓക്കെ, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഒരു ഓപ്ഷൻ ആയിരിക്കും, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ഓപ്ഷൻ ആയിട്ട് കിടക്കും. സോ ഒരിക്കലും മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എടുക്കരുത്. മനസ്സ് പറയുന്ന 90% പറയും മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണെന്ന്. അല്ല, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിലാണ് ഡീപ്പ് ഓഷ്യൻ മിഷൻ. ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ചാൽ കടലിന്റെ കീഴിലുള്ള ലീവിങ് ആൻഡ് നോൺ ലീവിങ് റിസോഴ്സസിനെ കണ്ടെത്തുക എന്നതാണ്. അതായത് പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എന്നാണ് അതിന് പറയുക. അതിന്റെ മലയാളം എനിക്കറിയില്ല. പോളിമെറ്റാലിക് നൊഡ്യൂൾസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കിഴങ്ങിനെ പോലെ ഇരിക്കുന്ന ഒരു മൂലകമാണ്. അത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവകാശം കിട്ടിയത് ഇന്ത്യക്കാണ് ആദ്യമായിട്ട് ഈ ഒരു പോളിമെറ്റാലിക് നൊഡ്യൂൾസ്, അതിനെ മാഗ്നീസ് എന്നാണ് അതിന്റെ വേറൊരു പേര്, അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവകാശം നൽകിയിരിക്കുന്ന ചൈനയും ഇന്ത്യയും തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിലാണ് പോളിമെറ്റാലിക് നൊഡ്യൂൾസിന്റെ പ്രസൻസ് കണ്ടെത്തിയത്. സോ ഇത് എക്സ്പ്ലോറേഷൻ ചെയ്യാനുള്ള അധികാരം ആദ്യമായിട്ട് ലോകത്ത് കിട്ടിയത് ഇന്ത്യക്കാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ മിഷനാണ് ഡീപ്പ് ഓഷ്യൻ മിഷൻ. സോ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് C for Calcutta. 18. The region of backward recently seen belong to which of the following country? നിങ്ങൾക്കറിയാം 2023 ലോകത്തിൽ തന്നെ പല യുദ്ധങ്ങളും കണ്ട വർഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് തന്നെ മിഡിൽ ഈസ്റ്റ്, അതുപോലെ തന്നെ യൂറോപ്പില് പല റീജിയനിൽ ഇപ്പൊ യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രത്യേകിച്ചും ഇസ്രായേൽ പലസ്തീൻ ആണെങ്കിൽ നിങ്ങളോട് വെസ്റ്റ് ബാങ്ക് എവിടാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ജെറുസലേം എവിടാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു സ്ഥലമാണ് ഗോളൻ ഹൈറ്റ്സ് എവിടാണെന്ന് ചോദിക്കാം. അത് ഇസ്രായേൽ പലസ്തീനിലാണ്. പക്ഷെ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബക്വട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ആൻസർ ഈ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ 4 സ്ഥലങ്ങളും കറണ്ട് അഫേഴ്സ് ആയിട്ട് മുന്നിൽ നിന്നാണ്. റഷ്യ യുക്രൈനെ ആക്രമിച്ചുകൊണ്ട്, ടർക്കിയിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ എർത്ത് ക്യൂക്കുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സിറിയയുടെയും ടർക്കിയുടെയും ബോർഡർ ഏരിയയിലാണ് എർത്ത് ക്യൂക്ക് ഉണ്ടായത്. ഇത് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് പ്ലേസുകളാണ്. സോ 80 ആൻസർ ഈസ് C for കൽക്കട്ട. യുക്രൈനിലെ സ്ഥലമാണ് ബക്വട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഈസ്റ്റേൺ യുക്രൈൻ ആണ്. ഈസ്റ്റേൺ യുക്രൈനിലെ ഒരു ടൗൺ ആണ്. 17ാം സെഞ്ചുറിയിൽ ഉണ്ടായ ഇതാണ്. കാരണം റീസെന്റ് ഇത് റഷ്യയിൽ ഉള്ള പട്ടാളക്കാര് അവരിനെ ഫൈറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ച് യുക്രൈൻ പിടിച്ചെടുത്ത സ്ഥലത്തിന്റെ പേരാണ് ബക്വട്ട് എന്ന് പറയുന്ന റീജിയൻ.
So 80 answer is C for Calcutta. 20 Operation Dost. Operation Dost എന്താണ് ഓപ്പറേഷൻ ദോസ്ത്? ഇതെല്ലാം കറന്റ് അഫയേഴ്സ് ആയിരുന്നല്ലോ. ഓപ്പറേഷൻ ദോസ്ത് ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ദോസ്ത്? Anyone? Answer is Turkey. ഓപ്പറേഷൻ ദോസ്ത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഫ്രണ്ട് എന്ന നിലയിൽ ഇന്ത്യ നടത്തിയ ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സിറിയയിലും ടർക്കിയിലും 2023 എർത്ത് ക്യൂക്ക് ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട്, ഡിവാസ്റ്റിംഗ് എർത്ത് ക്യൂക്കുമായിട്ട് ബന്ധപ്പെട്ട് 2 രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അവിടെയുള്ള ഇന്ത്യൻ സിറ്റിസനെ സഹായിക്കാൻ, അല്ലെങ്കിൽ ടർക്കിയിൽ അധികം ഇന്ത്യൻ സിറ്റിസൺ അല്ല, പക്ഷെ ഓപ്പറേഷൻ, അതുകൊണ്ടാണ് ഓപ്പറേഷൻ ഫ്രണ്ട് എന്ന നിലയിൽ ടർക്കിയുടെ വിശ്വാസം നേടിയെടുക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ ഈ വർഷം അടുത്ത കാലങ്ങളിൽ നടത്തിയ പല ഓപ്പറേഷന്റെ പേരും നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കണം. ഓപ്പറേഷൻ ഗംഗ ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഗംഗ? ഓപ്പറേഷൻ ഗംഗ ഈ ഓപ്ഷൻ തന്നെ എടുത്തോ. ഓപ്പറേഷൻ ഗംഗ ഏത് രാജ്യത്തിന് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഗ? അത് യുക്രൈൻ ആണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഗംഗ എക്സാമിന് വരാനുള്ള കാര്യം, മലയാളികളായിട്ടുള്ള പല നേഴ്സിംഗ് കുട്ടികൾ ഇവരെ എല്ലാവരെയും കൊണ്ടുവന്ന ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഗ. അത് ഇന്ത്യൻസിനെ, യുക്രൈനിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യൻസിനെ കൊണ്ടുവരാനുള്ള ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഗ. അതുപോലെ തന്നെ ഓപ്പറേഷൻ വന്ദേ ഭാരത് ഓപ്പറേഷൻ വന്ദേ ഭാരത് കോവിഡ് സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു മിഷനാണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഫോറിൻ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള, കോവിഡ് ക്രൈസിസിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വന്ദേ ഭാരത്. ദെൻ ഓപ്പറേഷൻ കാവേരിയോ? ഓപ്പറേഷൻ കാവേരി സുഡാനിൽ, ആഫ്രിക്കയിലുള്ള സുഡാനില് സൗത്ത് സുഡാനും തമ്മിൽ നടന്ന ഒരു എത്നിസിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കലാപത്തിന്റെ ഒരു രീതിയിൽ അവിടുത്തുള്ള ഒരു 3000 ഇന്ത്യക്കാരെ ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ആർമിയും പാരാമിലിറ്ററി ഫോഴ്സും നടപ്പാക്കിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത്. സോ ഓർത്തിരിക്കുക, ഓപ്പറേഷൻ ദോസ്ത് ടർക്കിയുമായിട്ട് ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ ഗംഗ യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ വന്ദേ ഭാരത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കോവിഡ്, ഓപ്പറേഷൻ കാവേരി that is related to Sudan. Then 21 the term ST3385 recently seen in a news refer to അത് ഒരു വീറ്റ് വെറൈറ്റി ആണ്. ആൻസർ ഈസ് D for Delhi. വെറൈറ്റി ഓഫ് വീറ്റ്, ഹൈ yielding ആയിട്ടുള്ള ഒരു വെറൈറ്റി കണ്ടെത്തിയാണ്. നോർത്ത് ഈസ്റ്റേൺ പ്ലെയിനുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഹൈ yielding വീറ്റ് വെറൈറ്റി ഒരു പരീക്ഷണം നടത്തി അണ്ടർ ഇറിഗേറ്റഡ് അല്ലെങ്കിൽ പുതിയൊരു കണ്ടീഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ഹൈ yielding ഇതാണ്. അതിന് പറയുന്ന പേരാണ് ST3385. Then 22 ഫിനാൻസ് കമ്മീഷൻ. റീസെന്റ് എത്രാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആണ് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്തത്? എത്രാമത്തെ ഫിനാൻസ് കമ്മീഷനെയാണ്? എത്രാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്? റീസെന്റ് 16ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വിത്ത് എ ക്വാസി ജുഡീഷ്യൽ റോൾ. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഏതാണ് ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ? ഏതാണ് ഫിനാൻസ് കമ്മീഷൻ? ഏതാണ് ആർട്ടിക്കിൾ? 280 ആർട്ടിക്കിൾ 280. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ചോദ്യമുണ്ട്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അവിടെയാണ് നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങളുടെ മാർക്ക് പോകുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. കേരളത്തിലും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ്മെന്റ് ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി നിലവിൽ വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്.
ആർട്ടിക്കിൾ 243 ക്ലോസിന്റെ അകത്ത് ഐ തിങ്ക് ജെ ഓർ അതിലാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമാണ്. ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് പറയും, പക്ഷെ സ്റ്റേറ്റിന്റെ ഫിനാൻസ് കമ്മീഷനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കും. സ്റ്റേറ്റിന്റെ ഫിനാൻസ് കമ്മീഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ്, ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ചെയർമാൻ and 3 other members, all of whom are eligible for the reappointment. ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ചെയർമാൻ ആൻഡ് 3 other members അല്ല, 10-ലധികം കൂടുതൽ ആൾക്കാരുണ്ട്, 3 members അല്ല. All of whom are eligible for reappointment. So second statement wrong ആണ്. Third, Parliament determine the qualification of chairman and members of the finance commission and manner of their selection. Yes, ഫിനാൻസ് കമ്മീഷന്റെ മാനർ അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമപ്രകാരമാണ് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, ചെയർമാനും മെമ്പേഴ്സിനും വേണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അതായത് 2-3 ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ആവാം, അല്ലെങ്കിൽ 1 ക്വാളിഫൈഡ് ടു ബി അപ്പോയിന്റഡ്, അല്ലെങ്കിൽ സ്പെഷ്യൽ നോളജ് ഫിനാൻസിലും അക്കൗണ്ടിലും ഉള്ള വ്യക്തിയാവാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാറ്ററിലോ അഡ്മിനിസ്ട്രേഷനിലോ ബോധമുള്ള ആളാവാം. അതുപോലെ തന്നെ പേഴ്സൺ ഹു ഹാവ് സ്പെഷ്യൽ നോളജ് ഇൻ എക്കണോമിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോഴത്തെ നിയമം പാസ്സാക്കിയതിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ. 4, ഫിനാൻസ് കമ്മീഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ഗ്രാന്റ്സ് ഇൻ എയ്ഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെഷേഴ്സ് ടു അഗ്യുമെന്റ് ദ കൺസിഡറേറ്റ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. യെസ്, അതും കറക്റ്റ് ആണ്. ഫിനാൻസ് കമ്മീഷൻ ആണ് സെൻട്രൽ സ്റ്റേറ്റിന്റെ ടാക്സ് ഷെയറിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉള്ള ഒരു റിപ്പോർട്ട് നൽകുന്നത്. ഓക്കെ. സോ 22 ആൻസർ ഈസ് സി ഫോർ കൽക്കട്ട. 23 ഏതൊക്കെ പേറുകളാണ് ഇതിൽ കറക്റ്റ് എന്നാണ്. സോ ഫസ്റ്റ് പെയർ ദാറ്റ് ഈസ് കറക്റ്റ്. എവിടെയാണ് ഫസ്റ്റ് പെയർ, എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റേറ്റ് ആണ്? ദാറ്റ് ഈസ് ഒഡീഷ. സെക്കൻഡ്, വാൽമീകി, ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. വാൽമീകി ടൈഗർ റിസർവ് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്? ഇറ്റ് ഈസ് നോട്ട് ഉത്തരാഖണ്ഡ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബീഹാർ. ദാറ്റ് ഈസ് ഇൻ ബീഹാർ. Then third, Mugandra Hill Tiger Reserves. That also wrong. It is not located in Maharashtra. It is located in Rajasthan. Fourth, that is correct. ഈ ഒരു ടൈഗർ റിസർവിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രോജക്ട് ടൈഗറിന്റെ 50ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ വർഷം. പ്രോജക്ട് ടൈഗർ 1973 സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന കടുവകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റിന്റെ കീഴിൽ പ്രോജക്ട് ടൈഗർ കൊണ്ടുവന്നു. അതിന്റെ 50ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് ഡിഫറെന്റ് ടൈഗർ റിസർവ്സുകൾ തന്നിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കാം. സോ ഇതില് 1ഉം 2ഉം കറക്റ്റ് ആണ്. 3 മഹാരാഷ്ട്ര അല്ല, ദാറ്റ് ഈസ് രാജസ്ഥാൻ ആണ്. 4 ദാറ്റ് ഈസ് കറക്റ്റ്. 1ഉം 4ഉം കറക്റ്റ് ആണ്. 1ഉം 4ഉം കറക്റ്റ് ആണ്. 2ഉം 3ഉം തെറ്റാണ്. 2 ഉത്തരാഖണ്ഡ് അല്ല, ദാറ്റ് ഈസ് ബീഹാർ. 3 ദാറ്റ് ഈസ് നോട്ട് മഹാരാഷ്ട്ര, ദാറ്റ് ഈസ് രാജസ്ഥാൻ. 24. So answer is B for Bombay. 24. Export Preference Index is published which of the following organization? Ministry of Commerce and Industry. നിങ്ങൾ എല്ലാവരും എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കും. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ്. എക്സ്പോർട്ട് ആയതുകൊണ്ട് അവിടെ ഒരു ചിന്ത വരും എക്സ്റ്റേണൽ അഫേഴ്സ് ആണെന്ന്. എക്സ്റ്റേണൽ അഫേഴ്സിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം, കാരണം അതൊരു ഡിപ്ലോമാറ്റിക് പരമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. സോ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് അല്ല, because it is related to the budget and all. Answer is National Institute of Transforming India. That is prepared by the Niti Aayog. ഇങ്ങനത്തെ ഒരു ചോദ്യം, പ്രത്യേകിച്ച് ഒരു ഇന്ത്യയുടെ നിർമ്മിതമായ ഇൻഡെക്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്ന് അവിടെ നീതി ആയോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ എടുക്കാം. ഈ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്ത് നീതി ആയോഗാണ്. കാരണം നിങ്ങൾ ഈ നീതി ആയോഗിനെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനുമുള്ള മേജർ ഡിഫറൻസ് മനസ്സിൽ ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലാനിംഗ് കമ്മീഷന് എല്ലാം പ്ലാൻ ചെയ്യാനും അതുപോലെ ഫണ്ട് അലോക്കേഷന്റെ അധികാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു തിങ്ക് ടാങ്ക് ആണ്. ബുദ്ധിജീവി എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പോലെ തന്നെ ചിന്തിക്കാനും പല ഈ ഇൻഡെക്സുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള അധികാരങ്ങൾ മാത്രമേ
നീതി ആയോഗിനുള്ളൂ. സോ നീതി ആയോഗ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് എക്സ്പോർട്ട് പ്രിപ്പയർനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന റിപ്പോർട്ട്. സോ ആൻസർ ഈസ് ബി ഫോർ ബോംബെ. ഇതിന്റെ ഒരു തേർഡ് റിപ്പോർട്ട് ഈ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്ത് സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറികളുടെയും ഇതിൽ ചെയ്ത് എക്സ്പോർട്ട് ടാർഗറ്റുകളും അതിന്റെ സർക്കംസ്റ്റാൻസസുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത്. സോ 24 ആൻസർ ഈസ് ബി ഫോർ ബോംബെ. 25 ഇതിൽ ഏതൊക്കെയാണ് G7 കൺട്രികൾ എന്നാണ് ചോദ്യം. ആൻസർ ഈസ് സി ഫോർ കൽക്കട്ട. 3 രാജ്യങ്ങൾ ഇതിൽ G7 ആണ്. യു ക്യാൻ എലിമിനേറ്റഡ് വാട്ട് ഈസ് കോൾഡ് ദ ഇന്ത്യ G7 അല്ല. കാരണം ഈ ഒരു ചോദ്യം തന്നെ ചോദിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ ഗസ്റ്റ് ആയിട്ട് G7 ഉണ്ടായിരുന്നു. ഇന്ത്യയെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. G7 ആരൊക്കെയാണ് മെമ്പർ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് യുണൈറ്റഡ് സ്റ്റേറ്റ്, US, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ആണ്. ഓക്കെ, ഇന്ത്യ അല്ല, യുണൈറ്റഡ് കിങ്ഡം. പക്ഷെ ഇനീഷ്യൽ ടൈമിൽ അത് G7 അല്ലായിരുന്നു, G8 ആയിരുന്നു. ഒരാളൂടെ അതിൽ മെമ്പർ ആയിട്ടുണ്ടായിരുന്നു, അത് റഷ്യ ആയിരുന്നു. പക്ഷെ റഷ്യനെ 1998 തൊട്ട് റഷ്യ അതിൽ പാർട്ടായിരുന്നു. പക്ഷെ 2014 ക്രീമിയനെ അറ്റാക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് G8 നിന്ന് റഷ്യനെ സസ്പെൻഡ് ചെയ്തു. അന്ന് തൊട്ടാണ് G8 G7 ആയിട്ട് അറിയപ്പെടുന്നത്. സോ 25 ആൻസർ ഈസ് സി ഫോർ കൽക്കട്ട. 26 ഓക്കെ പറഞ്ഞോ. G7 ഇറ്റലി കൂടെ ഉണ്ടോ? സോറി, ഇറ്റലിയുടെ ഉണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം. ഞാൻ മറന്നുപോയതാണ് ഇറ്റലി. ഒന്നുകൂടെ പറയാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം. റഷ്യ ഉണ്ടായിരുന്നു. 2014 റഷ്യനെ സസ്പെൻഡ് ചെയ്തത്. 26 ഒബ്ജക്റ്റീവ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ആൻസർ ഈസ് എ ഫോർ ആഗ്ര. ഡ്രഗ് ട്രാഫിക്കിങ്ങും തടയാൻ വേണ്ടി ഇന്ത്യയിലെ ഡ്രഗ് ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ് ട്രാഫിക്കിംഗ് തടയാൻ വേണ്ടി തുടങ്ങിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഇതൊരു ഇന്ത്യൻ നേവിയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ സ്റ്റാർട്ട് ചെയ്ത ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഇതൊരു സക്സസ്ഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു. അതായത് മറൈൻ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന ഡ്രഗുകളെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങിയത്. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യ ഒരു 2 ഓപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയനുകളുടെ ഇടയ്ക്കുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലാർജസ്റ്റ് ആയിട്ട് ഓപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാഫിക് ചെയ്യുന്ന റീജിയന്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. ആർക്കെങ്കിലും ആ 2 റീജിയന്റെ പേര് പറയാവോ? 2 ഓപ്പിയം പ്രൊഡക്ഷൻ ചെയ്യുന്ന 2 ലാർജസ്റ്റ് ഏരിയകളുടെ പേര് ആർക്കെങ്കിലും പറയാവോ? ഇതിന്റെ 2ന്റെ ഇടയ്ക്കാണ് ഇന്ത്യ കിടക്കുന്നത്. ആർക്കെങ്കിലും ഈ അടുത്ത കാലത്ത് അത് പേരിലുണ്ടായിരുന്നു, കറണ്ട് അഫേഴ്സിൽ ഉണ്ടായിരുന്നു. ഒന്ന് ഗോൾഡൻ ക്രിസൻ കൺട്രീസ് എന്നും ഒന്ന് ഗോൾഡൻ ട്രയാങ്കിൾ കൺട്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. ലാർജസ്റ്റ് ആയിട്ട് ഓപ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 റീജിയനുകളാണ്. ഗോൾഡൻ ക്രിസൻ കൺട്രീസ് ഏതാന്ന് ചോദിച്ചാൽ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ഐ റിപ്പീറ്റ്, ഗോൾഡൻ ക്രിസൻ കൺട്രീസ് എന്ന് ചോദിച്ചാൽ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. അതുപോലെ തന്നെ ഗോൾഡൻ ട്രയാങ്കിൾ കൺട്രീസ് എന്ന് ചോദിച്ചാൽ മ്യാൻമാർ, തായ്ലൻഡ്, ലാഗോസ്. ഇതിന്റെ 2ന്റെയും ഇടയിലാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നേവിയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയോടെ കൂടി ഈ ഒരു ഡ്രഗ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന തടയുക എന്നുള്ള ഉദ്ദേശത്തിൽ അതൊരു ജോയിന്റ് പ്രോജക്റ്റ് ആണ്. ഒരു സക്സസ്ഫുൾ അറ്റംപ്റ്റും ആയിരുന്നു. അതിനെയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്നുള്ള പേരിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ ഓഷ്യനിൽ ഒരു കഴിഞ്ഞ ഞായറാണെന്ന് അറിയില്ല, വെള്ളിയോ ഏതാണ്ടാണെന്ന് തോന്നുന്നു, വെള്ളിയോ ശനിയോ ഏതോ ഒരു ദിവസമാണ് സൊമാലിയിൽ നിന്നുള്ള കടൽ കൊള്ളക്കാർ ഒരു ഷിപ്പ് ഇത് ചെയ്യാൻ മുടക്കിയപ്പോൾ ഇന്ത്യൻ നേവി നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താ? ഇന്ത്യൻ നേവി നടത്തിയ ഓപ്പറേഷന്റെ പേര് വേണമെങ്കിൽ PSC നിങ്ങളോട് ചോദിക്കാം. ഇന്ത്യൻ ഓഷ്യനിൽ കടൽ കൊള്ളക്കാർ, സൊമാലിയൻ കടൽ കൊള്ളക്കാരിൽ നിന്നും കപ്പൽ നെയിം, അതിനെ രക്ഷിക്കാൻ ഇന്ത്യൻ നേവി നടത്തിയ ഓപ്പറേഷന്റെ പേര് 2 ദിവസമായുള്ളല്ലോ പത്രത്തിൽ വന്നിട്ട്. എനിവൺ?
ഓപ്പറേഷൻ മാർക്കോസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നടത്തിയാണ് ഇന്ത്യൻ നേവി സൊമാലിയിൽ നിന്നുള്ള കടൽ കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും ആ കപ്പലിനെ 2-3 ദിവസം മുന്നേ രക്ഷപ്പെടുത്തിയത്. സോ 26 ആൻസർ ഈസ് A for Agra. 27. Consider the following statement with the reference to United Nations Educational, Scientific and Cultural Organization. First statement, it is specialized agency of United Nations headquarters in New York. First statement incorrect ആണ്. അതൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്കിലല്ല. യുനെസ്കോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം യുനെസ്കോയിൽ ഈ അടുത്ത കാലത്ത് ഹെറിറ്റേജ് സിറ്റിയുടെ കൂട്ടത്തിൽ കോഴിക്കോട് ലിറ്ററേച്ചർ എന്ന നിലയിൽ കോഴിക്കോടിനെ ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ നവംബറിലാണ് കോഴിക്കോടിനെ ലിറ്ററേച്ചർ ഇതിലേക്ക് ആഡ് ചെയ്തത്. സോ യുനെസ്കോ നിങ്ങളോട് ചോദിക്കാം, യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലല്ല, അത് പാരീസിലാണ്. ഫ്രാൻസിലെ പാരീസിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് റോങ്. സെക്കൻഡ്, all members of the organization must be a member of United Nations. That also incorrect. അതായത് പ്രസന്റ്ലി 194 മെമ്പേഴ്സും 12 അസോസിയേറ്റഡ് മെമ്പേഴ്സും ആണ് ഇവർക്കുള്ളത്. അതിലെല്ലാവരും യുണൈറ്റഡ് നേഷനിലെ മെമ്പർ ആവണമെന്ന് നിർബന്ധമില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഓർഗനൈസേഷൻ ഈസ് അപ്പോയിന്റഡ് ഫോർ എ ടൈം ഓഫ് 6 years. ദാറ്റ് ഈസ് കറക്റ്റ്. ഡയറക്ടർ ജനറൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് 6 years ആണ്. സോ 27 ആൻസർ ഈസ് A for Agra. 2 ചോദ്യോട് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഏത് മാസത്തെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ ഇങ്ങനെ ആയിരിക്കും. 28. Which of the following report is released by International Monetary Fund? ഈ താഴെ പറയുന്നതിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് റിലീസ് ചെയ്യുന്ന റിപ്പോർട്ട് ഏതാണ്? ആൻസർ ഈസ് Global Financial Stability Report. That is published by International Monetary Fund ആണ്. ഓപ്ഷൻ ബി, വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആരാ പബ്ലിഷ് ചെയ്യുന്നത്? വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്, എനിവൺ? വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്? വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്, that is by the World Bank. International Debt Statistics, that also by the World Bank. Ease of doing business, that also World Bank. ഓപ്ഷൻ ബിയും സിയും ഡിയും ഈ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ബാങ്കും, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് IMF ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷ കോൺടെസ്റ്റിൽ ഓർത്തിരിക്കുന്ന 2-3 IMF പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകളുടെ ഒന്നാണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. ഓക്കെ, വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്, അത് IMF ആണ് പബ്ലിഷ് ചെയ്യുന്നത്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് IMF ആണ് പബ്ലിഷ് ചെയ്യുന്നത്. 29. ഗ്ലോബൽ ലയബിലിറ്റി ഇൻഡെക്സ് ഈസ് റിലീസ്ഡ് ബൈ, ഗ്ലോബൽ ലയബിലിറ്റി ഇൻഡെക്സ് ദാറ്റ് ഈസ് റിലീസ്ഡ് ബൈ എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് ആണ്. എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് ആണ് ഗ്ലോബൽ ലയബിലിറ്റി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. 173 സിറ്റികളാണ് ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ ലയബിലിറ്റി ഇൻഡെക്സിൽ വന്നത്. അതിൽ നല്ല സിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും മോശം സിറ്റിയും എല്ലാം കണ്ടെത്തിയിരുന്നു. മെൽബൺ ആണ് ഏറ്റവും നല്ല സിറ്റി ആയിട്ട് ഇത് ചെയ്തത്. പക്ഷെ യുക്രൈൻ ആണ് അവിടുത്തെ വാറും യുദ്ധമൊക്കെ കാരണം മോശം സിറ്റി ആയിട്ട് കണ്ടെത്തിയത്. Then 30. The term Brumbrilla was recently seen in a news is related to javelin throw, badminton, football, cricket. എപ്പോഴും PSC കായികമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ആൻസർ ഈസ് D for Delhi, ക്രിക്കറ്റ് ആണ്. ഈ അടുത്ത കാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റ് കുറച്ചുകൂടെ ആസ്വാദനീയമാക്കാൻ വേണ്ടി ഇംഗ്ലണ്ട് ഫീൽഡിങ്ങിൽ കൊണ്ടുവന്ന ഒരു മാറ്റത്തിന് പറയുന്ന പേരാണ് ബ്രംബ്രില്ല എന്ന് പറയുന്നത്. അതായത് ക്യാച്ചിങ് ആയിട്ടുള്ള ബാറ്റ്സ്മാന്റെ അടുത്ത് തന്നെ ഓഫ് സൈഡിൽ ക്യാച്ചിങ് പൊസിഷനുകളിൽ ഫീൽഡേഴ്സിനെ നിർത്തുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മാറ്റത്തിന് പറയുന്ന പേരാണ് ബ്രംബ്രില്ല എന്നറിയപ്പെടുന്നത്. സോ 30 ആൻസർ ഈസ് റിലേറ്റഡ് ടു D for Delhi. ഓക്കെ, സോ അവസാനത്തെ 7 ചോദ്യം, ഐ തിങ്ക് 7-8 ചോദ്യം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കഷൻ ചെയ്തോളാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കേണ്ടത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട നവംബർ
ഡിസംബർ മാസങ്ങളിലെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ നോക്കിക്കൊണ്ടുവരിക. നവംബർ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു ചോദ്യ സെറ്റിലെ ISRO വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ISRO നിന്നുള്ള ചോദ്യങ്ങൾ, ISROയുടെ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ISRO എന്ന് വരാവുന്ന ചോദ്യങ്ങളും ആദ്യത്തെ L1 മിഷന്റെയും അതുപോലെ തന്നെ ചോദിക്കാവുന്ന സ്ഥലങ്ങളും ഇൻഫർമേഷനും നമ്മൾ ഇവിടെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. സോ ബാക്കി അതുപോലെ വർഷങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കേണ്ടത് നവംബർ ഡിസംബർ മാസത്തിലെ കേരളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കറണ്ട് അഫേഴ്സ്, ഹാഫ് കേരളവും പിന്നെ നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൂടെ നോക്കി വരിക. ഓക്കെ, ഈ ഇത്രയും വരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയം ഉള്ളവരുണ്ടോ? എന്തെങ്കിലും സംശയം? ഈ ചോദ്യം ഈസി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഈസി ആയിരുന്നു, വായിച്ചതാണ് എന്ന് പറയുന്ന ആരെങ്കിലും? ഓക്കെ, ഒരു കാര്യം ചോദിക്കാം. 30 എണ്ണത്തില് ഇപ്പൊ 30 എണ്ണം ചെയ്തതിൽ 30 എണ്ണം ശരിയായവരാരെങ്കിലും ഉണ്ടോ? 30 എണ്ണം ആരുമില്ല. 25-നും 30-നും ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? 25-നും 30-നും ഇടയില്? 25-നും 30-നും ഇടയില്? 20-നും 25-നും ഇടയില്? 20-നും 25-നും ഇടയില്? ആരുമില്ല. 15-നും 20-നും ഇടയില്? 15-20? 15-20 ആരുമില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഓർക്കുക, നവംബർ ഡിസംബർ മാസത്തിലെ ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊണ്ടുവന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.